ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്ലൗസ് കട്ട് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ബ്ലൗസ് പീസ് വാങ്ങുമ്പോൾ ഇതാണ് തേര് വശം. ഇവിടെ നമുക്ക് നൂലൊന്നും പോവില്ല, അത് മെഷീനിൽ അടിച്ചു വരുന്നൊരു ഭാഗമാണത്. ഇവിടെ കുറച്ച് ഹോളുകൾ ഉണ്ടാവും. ആ ഹോളുകൾ ഇങ്ങനെ നമ്മുടെ കൈമ തടയുന്നുണ്ടെങ്കിൽ അതാണ് ചീത്ത വശം. ആ ഹോളുള്ള സ്ഥലത്ത് മിനുസമുള്ള ഭാഗമാണ് നല്ല വശം. നല്ല വശം ഉള്ളിലേക്കാക്കി ഇതുപോലെ വിരിച്ചിടുക. രണ്ടാക്കി വിരിച്ചിടുക. എപ്പോഴും ബ്ലൗസ് പീസ് അയൺ ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ലൈൻ കൊടുക്കുന്നുണ്ട്. ഒരു ലൈൻ കൊടുക്കുക. ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് പാർട്ട് മടക്കി അടിക്കും. മടക്കി അടിക്കാനായിട്ട് 2 ഇഞ്ച് ഇതുപോലെ പട്ട ഇതുപോലെ മടക്കി അടിക്കും. അതിനായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് 1.5 ഇഞ്ചുണ്ട്, കണ്ടോ? തയ്യൽ തുമ്പും ചേർത്ത് 2 സൈഡിലും തയ്യൽ തുമ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ആ മാർക്കിങ്ങിൽ കൂടി ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അളവ് ബ്ലൗസ് ഇതുപോലെ മടക്കുക, 4ആക്കി മടക്കുക. കണ്ടോ? ഇവിടെയൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്ത് പിടിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്ലീവുമൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റാക്കിയിട്ട് പിടിക്കണം. അപ്പോൾ നമ്മുടെ അളവ് ബ്ലൗസ് ഒന്ന് അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റാക്കിയിട്ട് പിടിച്ച് ആ ഫ്രണ്ട് ഭാഗമൊക്കെ ഉള്ളിലേക്ക് ആക്കി വയ്ക്കുക. ഞാനൊന്നുകൂടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റാക്കിയിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ വെച്ച് കൊടുത്തു. ഇതുപോലെ വെച്ചു. വരാമേ ഇതുപോലെ വയ്ക്കുക. അതോ കറക്റ്റാക്കിയിട്ട് നമ്മളിവിടെ വെച്ചു. ഇങ്ങനെ പിടിച്ച് നമ്മുടെ വേസ്റ്റ്, ഈ ഭാഗമാണ് വേസ്റ്റ്, അതിവിടെ മാർക്ക് ചെയ്തു. അത് നന്നായിട്ട് മുകളിലേക്ക് വലിച്ച് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ആ കൈക്കുഴിയുടെ എൻഡിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തയ്യൽ തുമ്പ് വേണം, അതും മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ലൈനിലാണ്, മുകളിൽ വരച്ച ലൈനിലാണ് കട്ടിങ് വരാം. നമുക്കിവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട്. ഇവിടെ കറക്റ്റ് അളവ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മുടെ ബാക്ക് നെക്ക് കറക്റ്റാക്കി ഇവിടെ വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എപ്പോഴും തയ്യൽ തുമ്പിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ കറക്റ്റാക്കി വലിച്ച് പിടിച്ച് നെക്ക് വിഡ്ത്ത് കറക്റ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഷോൾഡർ കറക്റ്റാക്കിയിട്ട് പിടിക്കുക. കറക്റ്റ് ഷോൾഡറിൽ വെച്ചിട്ട് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് 1/4 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക, തയ്യൽ തുമ്പ് കൂടിയിട്ട്. അപ്പുറത്ത് ആം ഹോൾ ഇതുപോലെ മാർക്ക് ചെയ്തു. അതിൻ്റെ ഇവിടെ ഇതുപോലെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ നെക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വെച്ച്, ഒട്ടും അറിയാത്തവരാണെങ്കിൽ അതുപോലെ തന്നെ കറക്റ്റാക്കി വെച്ചിട്ട് ആ നെക്ക് ഇതുപോലെ ഷേപ്പിൽ വരച്ചെടുക്കുക. ഇതുപോലെ ഷേപ്പിൽ വരച്ചെടുക്കുക. അത് കഴിഞ്ഞ് തയ്യൽ തുമ്പ് ഇതുപോലെ ചേർത്ത് വരയ്ക്കാം. എപ്പോഴും തയ്യൽ തുമ്പിൽ കട്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാം. ഞാൻ ആ തയ്യൽ തുമ്പൊക്കെ കൂട്ടി ഒന്ന് വരച്ച് യോജിപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ്. ഇവിടെയാണ് വരേണ്ടത്. ആം ഹോളിൻ്റെ ലൈൻ എപ്പോഴും കണ്ടോ, 2ാമത്തെ ലൈനിൽ കൂടി ഞാനിവിടെ ആം ഹോൾ വരച്ചു. ഇവിടെ നിന്ന് കുഴിച്ച് വരയ്ക്കാനായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ആം ഹോളിൻ്റെ നടുഭാഗം മാർക്ക് ചെയ്ത് ഇതുപോലെ ആ കറക്റ്റ് അളവിലേക്ക് ഇതുപോലെ ഒന്ന് ഡോട്ട് ആക്കിയിട്ട് വരച്ചാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം.
ഇതാണ് കറക്റ്റ് അളവുകൾ. അത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി 1.5 ഇഞ്ച് ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിവിടെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുക. ബാക്ക് നെക്ക്. അത് കഴിഞ്ഞ് ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പിൽ ഒന്ന് ഷേപ്പാക്കി വരയ്ക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് പാർട്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. എപ്പോഴും ബാക്ക് നെക്കിൽ നിന്ന് കട്ട് ചെയ്യാം. ഞാനിവിടെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ആ വരയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ലെവൽ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ബാക്ക് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പതുക്കെ കട്ട് ചെയ്താൽ മതി. ഇതുപോലെ ഫുള്ളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതവിടെ ഫുള്ളും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈസിയാണ് കണ്ടോ. അപ്പോൾ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ബാക്ക് പാർട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഈ ബാക്ക് പാർട്ട് നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്തത്. അത് നേരെ മറിച്ചിടുക. അടിയിലത്തെ ഭാഗം മുകളിലേക്ക് വരുന്ന പോലെ ഇട്ടിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. കണ്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ ഓപ്പൺ വരുന്ന ഭാഗമാണ്. ഇവിടെ ഞാനൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 ഇഞ്ച് നമുക്ക് പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് വിടണം. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചിൽ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലൈനിൽ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് വയ്ക്കുക. ആ ലൈനിൽ ഇതുപോലെ വെച്ചു. കറക്റ്റായിട്ട് വയ്ക്കുക. ആ ലൈനിൻ്റെ അപ്പുറത്ത് വേണം വയ്ക്കാൻ. നമുക്ക് ഷോൾഡർ വരച്ചെടുക്കാം. ഷോൾഡർ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ആം ഹോളും അതുപോലെ തന്നെ വരച്ചെടുക്കുക. അപ്പുറത്ത് നമുക്ക് കുറച്ച് ക്ലോത്ത് കിട്ടണം. അതുപോലെ വയ്ക്കുക. ഫ്രണ്ട് നെക്ക് നമുക്കിങ്ങനെ ഇതുപോലെ എപ്പോഴും ആ ഹുക്ക് വയ്ക്കുന്ന പാർട്ട് മാർക്ക് ചെയ്യാനായിട്ട് എടുക്കുക. ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതവിടെ ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുത്തു. വരച്ചെടുത്ത ശേഷം നമുക്കത് കുഴിച്ച് വരയ്ക്കുക. നന്നായിട്ട് കുഴിച്ച് വരയ്ക്കുക. ഇതുപോലെ ഞാൻ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ തയ്യൽ തുമ്പ് വരും. നെക്കിൻ്റെ അടിച്ചു മറിച്ച ഭാഗം. അവിടെ നമുക്ക് 4 ഇഞ്ച് ഒരു പോയിൻ്റ് വിടാം. അവിടെ വെച്ച് ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ടെക്ക് വരുന്നത്. ഇവിടെ നമുക്കും ഒരു 1/2 ഇഞ്ച് വിടണം. 4 ഇഞ്ച് 4 ഇഞ്ച് 1/2 ഇഞ്ച് അങ്ങനെ 1/2 ഇഞ്ച് വിട്ട് 1/2 ഇഞ്ച് ഇറക്കി വെച്ചിട്ട് വേണം ആ ടെക്കിൻ്റെ ഭാഗം. പിന്നെ ഇതാണ് ടെക്ക് കണ്ടോ. 1/2 ഇഞ്ച് ഞാനിവിടെ ഇറക്കി വെച്ചു ടെക്ക് കഴിഞ്ഞിട്ട്. ഇവിടെയാണ് പട്ട നമ്മുടെ കട്ടിങ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ അവിടെയും തയ്യൽ തുമ്പ് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തേക്ക് മാർക്ക് ചെയ്തു. ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് നമ്മുടെ മെയിൻ ടെക്ക് വരുന്നത്. കണ്ടോ ഇവിടം വരെ ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. കറക്റ്റ് ഇവിടെ വെച്ചു. ഇവിടെയാണ് മെയിൻ ടെക്ക് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഉള്ളിലേക്ക് മടക്കി പിടിച്ചിട്ടും മെയിൻ ടെക്ക് ഇതുപോലത്തെ മാർക്ക് ചെയ്യാം. ഈ മെയിൻ ടെക്കിൻ്റെ ആ ലെങ്ത്താണ് ഞാൻ മാർക്ക് ചെയ്യണത്. കറക്റ്റ് ആ ലെങ്ത്ത് ഇവിടെ ഇങ്ങനെ പിടിച്ചു അതുപോലെ മാർക്ക് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ വരെയാണ് നമ്മുടെ ലെങ്ത്ത് വരുന്നത്. നമ്മുടെ ഹൈറ്റ് എത്രയാണെന്ന് നോക്കാം. ഹൈറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം. ഞാനിവിടെ ഷോൾഡർ ജോയിൻറ്റ് കഴിഞ്ഞ് ഹൈറ്റ് ഇവിടെ പിടിച്ചു. കണ്ടോ കറക്റ്റ് ആ പോയിൻറ്റിലല്ലേ നമുക്ക് ഹൈറ്റും കിട്ടി. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റാണ്. നമുക്കിതിൻ്റെ വിഡ്ത്ത് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ തയ്യൽ തുമ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മെയിൻ ടെക്കിന് ഞാനിവിടെ ബ്ലൗസ് മറിച്ചിട്ട് അതിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് ഇതുപോലെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ വരച്ച് കൊടുത്തു. വിഡ്ത്ത് ഇതുപോലെ എടുത്തു. നമുക്ക് വേണമെങ്കിൽ എത്ര ഇഞ്ചാണെന്ന് വെച്ചാൽ അളന്നിട്ട് മാർക്ക് ചെയ്യാം. ഞാനിവിടെ വെച്ചിട്ട് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ 2 സൈഡിലും മാർക്ക് ചെയ്തു. ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ വരച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ സൈഡ് ബ്ലൗസിൻ്റെ ഈ സൈഡ് മാർക്ക് ചെയ്യാം. ആം ഹോളിൻ്റെ സൈഡ്
അത് കറക്റ്റ് ഞാൻ ആ തയ്യൽ തുമ്പ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ തയ്യൽ തുമ്പിലാണ് അവിടെ വരച്ചേക്കുന്നത്. അത് കാരണം കറക്റ്റ് അവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ടക്ക് വരുന്നുണ്ട്. അപ്പോൾ അര ഇഞ്ച് വിടണം നമ്മൾ, കാലിഞ്ച് എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. അതവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ താഴെയായിട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം നമ്മുടെ ആ ചെറിയ ടക്ക് തൊട്ട് ആ സൈഡ് ജോയിൻറ്റ് വരെയുള്ള ഭാഗം ആ മെയിൻ ടെക്കിൻ്റെ അവിടെ പിടിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കപ്പ് ഭയങ്കര ടൈറ്റായിട്ട് പോവും. അപ്പോൾ അവിടെ കറക്റ്റ് അളവ് ഇതാണ്. പിന്നെ പ്ലസ് ലൂസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ്. അവിടെയും ഞാൻ കുറച്ച് ലൂസ് ഒരു 3/4 ഇഞ്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്ലസ് തയ്യൽ തുമ്പ്. നമുക്കിത് വരച്ചെടുക്കാം. ആദ്യം ഇവിടെ ഫ്രണ്ടിൽ നിന്ന് മെയിൻ ടെക്കിലേക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുത്തു. കണ്ടോ? വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇതുപോലൊരു ഷേപ്പും വരച്ചു കൊടുത്തു തയ്യൽ തുമ്പിട്ട്. പിന്നെ നമുക്ക് ആ ടെക്കുകൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് ചെറിയ ടെക്ക്, ഇവിടെ തൊട്ട് ഇവിടം വരെ. നിങ്ങൾ കാണാനാണ് ഞാൻ ചോക്ക് കൊണ്ട് ഇവിടെ മാർക്ക് ചെയ്ത് പിടിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരെ ഞാനിവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ആം ഹോൾ ടെക്ക് കറക്റ്റ് ആം ഹോളിൽ തയ്യൽ തുമ്പ് കഴിച്ചുള്ള ഭാഗത്ത് ഇതുപോലെ പിടിച്ച് ഇതവിടെയാണ് ആം ഹോൾ ടെക്ക് വരുന്നത്. ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇവിടെ ഒരു 4-മത്തെ ഒരു ടെക്ക് വരുന്നുണ്ട്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്യണം. ആം ഹോൾ ടെക്കിൻ്റെ ലെങ്ത്ത് ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്തു. കറക്റ്റ് അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതുപോലെ അതുമ്മ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് മാത്രം നമ്മൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി. ഫ്രണ്ടിൽ ഈ ടെക്സൊക്കെ വരുന്ന കാരണം കൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ 4-മത്തെ ടെക്ക് അതിന് നടുക്കായിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഇതുപോലെ വരച്ചു കൊടുത്തു. 1/4 ഇഞ്ച്. അപ്പോൾ 4 ടെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്ക് ഈ ആം ഹോള് 1/2 ഇഞ്ച് ഞാനിവിടെ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സ് ആക്കിയിട്ട് വരച്ച് നമ്മൾ ബാക്കിൽ വരച്ച പോലെ ഇതുപോലെ ഇങ്ങനെ 1/2 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെയും മാർക്ക് ചെയ്യാം. ബാക്കിൽ വരച്ച പോലെ ബോക്സ് ആക്കിയിട്ട് 1 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്തപ്പോൾ ക്യാമറ ഒന്ന് ഓഫായി പോയി. അപ്പോൾ ഞാനത് വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ വശം മടക്കുള്ള വശം നമ്മുടെ ഭാഗത്തേക്ക് വരും. അതാണ് ഓപ്പൺ സൈഡ്. അപ്പോൾ ബാക്കിയുള്ള തുണി ഇതുപോലെ മടക്കി വയ്ക്കുക. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നിൽക്കുന്ന വശത്തേക്കായിരിക്കണം ഫോൾഡിങ് വശം. ഓപ്പൺ ഒക്കെ നമ്മളുടെ ആ വശത്തിൻ്റെ എതിരായിരിക്കണം. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തു. തുണി ലെവൽ ചെയ്യാനായിട്ട് 1.5 ഇഞ്ച് മടക്കി ഹെമ്മിങ് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തു. സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചു. ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ എടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ടാണ് സ്ലീവ് മാർക്ക് ചെയ്യണത്. ഇതുപോലെ വെച്ചിട്ട് കണ്ടോ? അപ്പോൾ നമുക്കിതിൻ്റെ അടിഭാഗം എടുത്തിട്ട് ഇത് കൂടെ ചോക്ക് കൊണ്ട് നല്ല പ്രസ്സിൽ കട്ടിയിലിങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് കറക്റ്റ് ഇതുമ്മ വയ്ക്കുക. ഈ വശം കറക്റ്റാക്കിയിട്ട് പിടിക്കുക. സ്ലീവ് ഓപ്പൺ അവിടെ മാർക്ക് ചെയ്തു. ഇതുപോലെ ഇവിടെ ഒന്ന് വലിച്ചു പിടിക്കുക. ഇവിടെ കറക്റ്റ് ആ സ്ലീവ് ജോയിൻറ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക കറക്റ്റ്. അത് കഴിഞ്ഞ് ഒന്ന് ഇതുപോലെ വെച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിവിടെ തെളിഞ്ഞ് വരും. ആ ചോക്ക് കൊണ്ട് വരച്ച വശം അതും കൂടെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. കഷ്ടപ്പെട്ട് ആരും വരയ്ക്കണ്ട. അതിൻ്റെ മുകളിലൂടെ തയ്യൽ തുമ്പ് ഒന്ന് വരച്ച് കൊടുക്കുക. അത്രയും മതി. ഈസി ആയിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതാണ് കറക്റ്റ് അളവ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് കട്ടിംഗ് ആണ് വരുന്നത്. ഈ പീസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവിന് ലെങ്ത്ത് കൂടിയ കാരണം കൊണ്ട് 4 പീസ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 2 പീസേ കിട്ടുള്ളൂ. കണ്ടോ? അപ്പോൾ നമുക്കിവിടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. തയ്യൽ തുമ്പ് അടിയിൽ 1/4 ഇഞ്ച്
ഒരു പോയിൻറ്റും പോവും. ഇവിടെയും 1/4 ഇഞ്ച് പട്ട വയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് പോവും. അത് രണ്ടും ഞാനിവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തയ്യൽ തുമ്പിനോട് ചേർന്ന് ഞാൻ ഇതുപോലെ ആ പട്ട മാർക്ക് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ചോക്ക് കൊണ്ട് നന്നായിട്ട് മാർക്ക് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ആ മാർക്കിങ്ങിലൂടെ ഒന്ന് തെളിച്ച് വരയ്ക്കേ വേണ്ടൂ. കണ്ടോ, ഇതാണ് കറക്റ്റ് അളവ്. ഒന്ന് ചെരിച്ച് വരയ്ക്കുക 1/4 ഇഞ്ച്. ഇത്രയാണ്, സിമ്പിളാണ്. ഒട്ടും അറിയാത്തവർക്ക് പോലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കട്ടിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ബ്ലൗസ് കട്ടിങ് ക്ലാസ് ഉണ്ട് നമ്മുടെ ചാനലിൽ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാം. ഒട്ടും അറിയാത്തവരത് പോയി കാണാം. ഈ പീസിൽ നമുക്ക് കണ്ടോ, നീളനുള്ളൊരു പീസാണ്, ഡബിൾ പീസാണ്. ഫ്രണ്ടിൽ വയ്ക്കാനുള്ള ഹുക്കും ഹോളും വയ്ക്കാനുള്ള പട്ട ഇതിൽ നിന്ന് കിട്ടും. അത് ഞാൻ മാറ്റി വെച്ചു. ഇങ്ങനത്തെ പീസ് എടുത്തിട്ട് നമുക്ക് ക്രോസ് കട്ട് ചെയ്യാം. ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക, സ്കൈയിൽ വയ്ക്കുക, കറക്റ്റ് ഒരു 1.25 ഇഞ്ചിന് മാർക്ക് ചെയ്യുക, അത് കട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാ പീസിൽ നിന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.